ഷബിക എവിടെ പോവാ? അതെ, ഒരു വണ്ടി എക്സ്പോർട്ട് ചെയ്യാണ്ട്. വണ്ടി എക്സ്പോർട്ട് ചെയ്യാനോ? അതെ, ഞാൻ പറഞ്ഞേ. പോര്. അതിനെന്താ ഷബിക, നമ്മൾ യു എയിലെ എല്ലാ പ്രവാസികളുടെ ആഗ്രഹമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന വണ്ടി നമ്മൾ നാട്ടിൽ കൊണ്ടുപോയി 4 ആളെ കാണിക്കുക. നമുക്കൊരു വേറെ ഫീൽ അല്ലേ? എന്താണ് അതിന്റെ ഒരു ഫോർമാലിറ്റീസ്? ഇത് നമ്മൾ കൂടുതൽ ആളുകളെ വിചാരം എന്താ പറയാ, ഇത് ഭയങ്കര ടഫാണ്. നാട്ടിലേക്ക് നമ്മൾ ഇവിടുന്ന് ഒരു വണ്ടി എടുത്ത് എക്സ്പോർട്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി ഓടിക്കണം. സംഭവം ഒരു റിസ്ക്കും ഇല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് 2 പേപ്പർ മാത്രം ഇവിടുന്ന് റെഡി ആക്കാനുള്ളൂ. അതെ, ഒന്ന് വണ്ടിക്ക് ഒരു കാർനെറ്റ് എടുക്കണം. ഓക്കെ, കാർനെറ്റ് എടുക്കുക. അതേപോലെ തന്നെ പിന്നെ ടൂറിസം സർട്ടിഫിക്കറ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാനുള്ള, അതായത് വണ്ടി ഇവിടുന്ന് ടെമ്പററി പിന്നെ ഓടിക്കുന്ന വണ്ടിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൂറിസം സർട്ടിഫിക്കറ്റ് മാത്രം മതി. അതിൽ ഇവിടുന്ന് യൂസ് ചെയ്ത വണ്ടി നമ്മൾ 6 മാസം വരെ നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ പെർമനന്റ് ആയിട്ട് വണ്ടി ഇനി വേറെ കൺട്രിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എക്സ്പോർട്ട് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. മറ്റേത് ടെമ്പററി കൊണ്ടുപോകുന്നതിന് നമ്മൾ ടൂറിസം സർട്ടിഫിക്കറ്റും അതേപോലെ എക്സ്പോർട്ട് ചെയ്യുന്നതിന് നമ്മൾ എക്സ്പോർട്ട് സർട്ടിഫിക്കറ്റും ആണ് വേണ്ടത്. ഈ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. പിന്നെ അറിയാലോ, വണ്ടിന്റെ മുൽക്കിയ വണ്ടിന്റെ മുൽക്കിയെ കൊണ്ടുപോകുന്ന ആരാണോ കൊണ്ടുപോകുന്നത് അവരുടെ പേരിൽ തന്നെ ആവണം. നമുക്ക് 2 ആളെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ കാർനെറ്റിൽ 2 ആളെ ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ വണ്ടി ഓടിക്കാനുള്ള പെർമിഷൻ, വിസയും കിട്ടും, പെർമിറ്റ് കിട്ടും. നമുക്ക് എല്ലാ കൺട്രിയിലേക്കും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇന്ന് പാകിസ്ഥാനിലേക്കാണ് ചെയ്യുന്നത്, കറാച്ചിയിലേക്ക്. അപ്പൊ അഖിലേ, കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? എന്ത് കാര്യം, ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സിൽ. അപ്പൊ ഇനി ഡീറ്റെയിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെ, അന്നേരം നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങൾ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം.